Hello friends, welcome to Chilli's kitchen. ഇന്ന് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ബീഫ് ഫ്രൈ ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ഈസിയാണ്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബീഫ് ഫ്രൈ ആണ്. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് കടക്കാം. വീഡിയോ ഇഷ്ടമായി Chilli's കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ അടുത്തുള്ള ബെല്ലൈക്കനും പ്രസ് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് കടക്കാം. ഞാനിപ്പോൾ ഇതൊരു 3/4 കപ്പ് ബീഫ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു മീഡിയം സൈസായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് വാഷ് ചെയ്ത് വെച്ചതാണ്. ഇതിലേക്കുള്ള മെയിൻ മസാലാസ് നോക്കാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഞാനിത് കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ആൻഡ് 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഞാൻ ബീഫ് മസാല എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല. അപ്പം ഇത് നമുക്ക് ബീഫിലേക്ക് ഇടാം. സോ ഇത് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് പെരിഞ്ചീരകപ്പൊടി 1 ടീസ്പൂണും കൂടി ഇടാം കേട്ടോ. ഇതിലേക്ക് നമ്മൾ ഒരു 9 വലിയ വെളുത്തുള്ളി, വലിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 6 പച്ചമുളക് ചതച്ചത് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ നാടൻ സ്റ്റൈലിലുള്ള ബീഫല്ല, അപ്പോൾ ഇതാണ് അതിന് ഒരു ടേസ്റ്റ് നൽകുന്നത്. ഓക്കെ, സോ നമ്മളുടെ മസാല ഇതിൽ നമ്മൾ 2 വലിയ സവാളയാണ് കേട്ടോ. അത് നീളത്തിൽ അരിഞ്ഞതാണ് കേട്ടോ. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ വേവിച്ചെടുക്കുന്നതുകൊണ്ട് സവാള അത്ര ഷേപ്പൊന്നും ഉണ്ടാവണമെന്നില്ല. ഷേപ്പൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതാണ് ഞാൻ പറഞ്ഞത് ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അത് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് വലിയൊരു തക്കാളി ഞാൻ മുറിച്ചിടുന്നുണ്ട്. ചില ആൾക്കാർ തക്കാളി ഇടില്ല. തക്കാളിയും കൂടി ഇടുമ്പോഴാണ് കുറച്ചായൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഓക്കെ, ബീഫിന്. അപ്പോൾ ഒരു വലിയ തക്കാളി മുറിച്ചിട്ട് ഇതിൽ ഇടുന്നുണ്ട് കേട്ടോ. തക്കാളി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇത് നന്നായി മിക്സ് ചെയ്യാം കേട്ടോ. നന്നായി ഇത് മിക്സ് ചെയ്യുക. ബീഫിൽ തന്നെ വെള്ളം ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുക്ക് ചെയ്യുമ്പോൾ വേറെ വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. എല്ലാം നന്നായി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇങ്ങനെ എല്ലാം നന്നായി മിക്സ് ചെയ്തിട്ട് 1/2 hour വെക്കണം. ഓക്കെ, എന്നാലും ശരിക്കും ഈ മസാല ഒക്കെ ബീഫിലേക്ക് കയറുള്ളൂ. ഓക്കെ, ഇനി ഇത് അടച്ചു വെച്ചിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ ബീഫെല്ലാം ഒരു കുക്കറിലാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് അടച്ചു വെച്ച് നിങ്ങൾ കുക്കറും ഇതനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കിത് കുക്ക് ചെയ്യാം. പിന്നെ വെള്ളം നിങ്ങൾ ഇവിടുത്തെ ബീഫിലൊക്കെ വെള്ളം ഓൾറെഡി ഉണ്ടാവും. ഇപ്പോൾ നാട്ടിലാണെങ്കിൽ നിങ്ങൾക്ക് വെള്ളം ആവശ്യമാണെങ്കിൽ കുറച്ച് ഒഴിച്ചോളൂ കേട്ടോ. വിസിൽ കഴിഞ്ഞിട്ട് നമുക്കിത് ഓഫ് ചെയ്യാം കേട്ടോ. കുക്കറിലെ വിസിലൊക്കെ 8 വിസിൽ കഴിഞ്ഞ് ഇപ്പോൾ ഇത് തണുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് തുറന്നു. ഇതിൽ തന്നെ വെള്ളമുണ്ട്. ഇനിയും നമുക്കിത് ഈ കുക്കറിൽ തന്നെ ഈ വെള്ളം വറ്റിച്ചെടുക്കണം കേട്ടോ. ഓൾമോസ്റ്റ് ഇത് വറ്റി വന്നിട്ടുണ്ട്. ഇനിയും നമുക്ക് തേങ്ങാക്കൊത്ത് ഇട്ടിട്ട് ഒന്നും കൂടി ഇത് ഡ്രൈ ആക്കണം. ഓക്കെ, 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ തേങ്ങ വറുക്കാനായിട്ട് വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുക. ഓക്കെ, വെളിച്ചെണ്ണ ഇട്ടിട്ട് ഇത് മെൽറ്റ് ആവട്ടെ. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. ബീഫ് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക. മുഴുവൻ ബീഫ് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് മിക്സ് ചെയ്തിട്ട് നന്നായി ഇത് ഫ്രൈ ചെയ്ത് വരണം. ഓക്കെ, ആവശ്യത്തിന് കറി ലീവ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിനാവശ്യത്തിന് നമുക്ക് കറി ലീവ്സ് ഇട്ട് കൊടുക്കാം. നമുക്ക് കറി ലീവ്സ് മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇത് നന്നായി ഫ്രൈ ആയി വരട്ടെ. ഇപ്പോൾ ബീഫിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇച്ചിരി കൂടി കഴിഞ്ഞിട്ട് ഇപ്പോൾ കളറൊക്കെ മാറിയിട്ടുണ്ട്. കുറച്ചും കൂടി കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇടാം. അത് നിങ്ങൾ സ്പൈസ് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി കേട്ടോ. ഇനി ഇത് ഞാൻ ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതെല്ലാം ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണേ. ഇനി അടുത്ത വീഡിയോയുമായി വരുന്നതിൽ താങ്ക് യു ഫോർ വാച്ചിങ് Chilli's കിച്ചൻ. ബൈ.